ഹായ് അസ്സലാമു അലൈക്കും. അപ്പൊ എന്തെല്ലാരും വർത്താനം സുഖല്ലേ? കുറെ ആയില്ലേ നമ്മളിങ്ങനെ ഇരുന്ന് വർത്താനം പറഞ്ഞിട്ടൊക്കെ. അപ്പൊ എന്താ ഒന്നാമത് വെച്ചാല് വീഡിയോ ഒക്കെ എടുക്കും മടിയായിട്ട് അപ്ലോഡ് ചെയ്യാൻ. പിന്നെ എടുത്തങ്ങനെ വെക്കും, എഡിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് അപ്ലോഡ് ചെയ്യാൻ നെറ്റ് ഉണ്ടായില്ല. കാരണം എന്താ വെച്ചാൽ എന്റെ ഫോണിൽ നെറ്റ് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ ഫോണിൽ കളിച്ചാൽ കഴിയുന്ന നെറ്റ് തന്നെ ഉണ്ടായിരുന്നു കേട്ടാ. പിന്നെ 3 GB ഉണ്ട്, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മള് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം തോനെ നെറ്റ് വേണം. നമുക്ക് ഷോർട്സ് ആകുമ്പോൾ അത്ര തോനെ നെറ്റ് ഒന്നും വേണ്ട, പക്ഷെ വ്ലോഗ് ആകുമ്പോൾ നല്ല നെറ്റ് വേണം. അപ്പൊ ഇവിടെ തിരൂരാകുമ്പോൾ നല്ല സുഖം കിട്ടാം വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ. കാരണം ലാലുവിന്റെ കടയിൽ വൈഫൈ ആണ്, ലാലു കടയിലത്തെ വൈഫൈ കേട്ടാ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കും. അപ്പൊ ലാലു കട കഴിഞ്ഞ് വരുമ്പോൾ ലാലുവിന്റെ നെറ്റ് അതേമാതിരി ഉണ്ടാവും. അപ്പൊ ആ നെറ്റിലാണ് ഞാൻ എന്റെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യലേട്ടാ. പിന്നെ എന്റെ പാങ്ങ് പോയാലും എന്റെ പെരയിൽ പോയാലും ഞാൻ വീഡിയോ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് വെച്ചാല് എന്റെ ഒരു ദിവസത്തെ നെറ്റ് മുഴുവൻ എടുക്കുന്നിട്ട് തികയാത്തോടത്ത് ഉമ്മാന്റീന്നൊക്കെ വൈഫൈ വലിച്ചിട്ട് അങ്ങനെ തട്ടിക്കുട്ടിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ എടുത്ത് വെച്ച ഒക്കെ കുറെ ഉണ്ടായിന്, എഡിറ്റ് ചെയ്യാനുള്ള മടി ഒന്ന്, പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ള നെറ്റിനുള്ള പഞ്ചം. കാരണം വീഡിയോ അപ്ലോഡ് ചെയ്താൽ ആ ഒരു ദിവസത്തെ നെറ്റ് പോകും. ചില ദിവസങ്ങളൊക്കെ ഞാൻ പിന്നെ നെറ്റ് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് നെറ്റ് ഒരു ദിവസത്തേക്ക് കയറ്റും, എന്നിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. അങ്ങനെ 2-3 വ്ലോഗ് അപ്ലോഡ് ചെയ്യും കേട്ടോ. കാരണം നെറ്റ് തികയൂലേ. അപ്പൊ ഒരു ദിവസത്തെ നെറ്റിൽ എന്തായാലും ഒരു വ്ലോഗ് അപ്ലോഡ് ആവൂല. കാരണം വ്ലോഗിന് കുറെ നെറ്റ് വേണം. നമ്മൾ ഇങ്ങനെ വ്ലോഗ് കാണണമെങ്കിൽ നമുക്ക് അത്ര നെറ്റിന് ആവശ്യമില്ല, പക്ഷെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം നല്ല നെറ്റ് വേണം കേട്ടോ. അപ്പൊ ഞാന് പാങ്ങിലൊക്കെ പോകുമ്പോ ഇതേമാതിരി വീഡിയോസുകളൊക്കെ 3-4 എഡിറ്റ് ചെയ്ത് വെക്കും, ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് എഡിറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് പിന്നെ ഞാന് ഒരു ദിവസം അൺലിമിറ്റഡ് നെറ്റ് കയറ്റിയിട്ട് ഒന്നായിട്ടുണ്ട് അപ്ലോഡ് ചെയ്ത് വെക്കലായിട്ട്. പക്ഷെ പബ്ലിക് ആക്കൂല, ഓരോ ദിവസം ഓരോന്നായിട്ട് അങ്ങനെ പബ്ലിക് ആക്കലില്ല. പിന്നെ എന്താ വെച്ചാ ഇപ്പൊ ചുരുക്കി പറഞ്ഞ എനിക്ക് മടി കാരണം തന്നെ ഇങ്ങനെ വീഡിയോ ഒക്കെ ഇടാൻ ഇതായിട്ട് ഇപ്പൊ 10-15 ദിവസമൊക്കെ ആയിട്ടുണ്ടാവും. പാങ്ങ പോയതിന്റെ ശേഷം അങ്ങനെ വീഡിയോസ് ആൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. മറ്റേ ഇടക്കിടക്ക് ലൈവ് പോയി എന്നും വീഡിയോസ് ഇടുന്നു, ഒന്നും ഇടാനില്ലാത്ത എന്തെങ്കിലൊക്കെ ഷോർട്സ് എടുത്തിട്ട് അങ്ങനെയൊക്കെയാണ്. അങ്ങനെയൊക്കെ കൂടെ ആയിട്ട് പിന്നെ കുറച്ച് സാഹചര്യങ്ങൾ കാരണം അങ്ങനെ വീഡിയോ ഒന്നും ഇടാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെയൊക്കെ കൂടിയിട്ട് ഇപ്പൊ എന്തായാലും ഇനി വീഡിയോ ഇടണമെന്ന് കരുതി തീരുമാനിച്ച് നിൽക്കുന്നുണ്ട്. ഇനി മൂഡ് പോവാന്നൊന്നും അറിയില്ല, വീഡിയോ ഒക്കെ എടുത്ത് വെച്ചിക്കണം. അപ്പൊ പിന്നെ എന്തായാലും ഞാൻ ഇതേമാതിരി പാങ്ങ പോയപ്പോ എന്റെ അപ്പ എന്നോട് ഇങ്ങനെ പറഞ്ഞ്, ചെന്നിപ്പോ വീഡിയോസ് ഒന്നും ഇടാത്ത, വീഡിയോ ഇട്ടിട്ട് കുറെ ആയല്ലാന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞു വീഡിയോ ഇടാൻ എന്തേലൊക്കെ വേണ്ട, കണ്ടന്റ് ആയിട്ട് ഒരു കണ്ടന്റും ഇല്ല, ഇവിടെ വന്നാൽ പെരന്റെ ഉള്ളിൽ പുറത്തു പോണില്ലല്ലോ പറഞ്ഞിട്ടാ. കാരണം എന്താ വെച്ചാൽ തിരൂരാകുമ്പോൾ ലാലുവിന്റെ കൂടെ എവിടേലൊക്കെ ആയിട്ട് പോകും, അല്ലെങ്കിൽ ലാലു കൂടെ ഉണ്ടാകുമ്പോൾ അങ്ങനെയൊക്കെ വീഡിയോസ് എടുക്കൂട്ടാ. പക്ഷെ പാങ്ങ പോകുമ്പോ അങ്ങനെ പുറത്തേക്ക് വല്ലാതെ ഇറങ്ങണില്ലല്ലോ, പെരന്റെ ഉള്ളിൽ ഇങ്ങനെ. ഞാൻ എന്റെ പേരിൽ പോയാല് പെരയിൽ നിന്ന് പുറത്ത് പോകില്ല കേട്ടോ, പെരന്റെ ഉള്ളിൽ തന്നെ കയറട്ടോ. പിന്നെ പുറത്ത് പോവാ എങ്ങനെ വെച്ചാല് നമ്മള് ഇങ്ങനെ ഉമ്മാന്റെ അടുത്ത് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യം പോയിട്ടില്ല കേട്ടോ, എവിടേക്കും പോയിട്ടില്ല കേട്ടോ. ആ പെരന്റെ ഉള്ളിൽ 2 ആഴ്ച പെരന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ പെരയിന്ന് പുറത്തിറങ്ങിയില്ല. അങ്ങനൊക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനായിട്ട് എന്റെ പിന്നെ ഇങ്ങനെ പറയിപ്പിച്ച് ചെന്നപ്പോ വീഡിയോ ഇടാത്ത 3 ഇടങ്ങാറായിട്ട് ഇതുവരെ എത്തിച്ചിട്ട് ഇപ്പൊ വീഡിയോ ഇടുന്നില്ലല്ല, എന്താ അങ്ങോട്ട് ഇങ്ങോട്ട് എന്നൊക്കെ ഇങ്ങനെ പറയട്ടാ. മറ്റേ ഇതപ്പോ അങ്ങനെ നീങ്ങില്ല കേട്ടോ. അപ്പൊ പിന്നെ എന്തായാലും മാഷാഅല്ലാഹ് ആള് കുറേ മാറിയിട്ടുണ്ട് കേട്ടാ. കാരണം ഇപ്പൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ യൂട്യൂബ് ഒക്കെ തുടങ്ങാൻ. അത് ഇപ്പോഴൊന്നല്ല, എന്റെ കല്യാണത്തിനൊക്കെ മുന്നേ കൊറോണ ടൈമിലൊക്കെ നമുക്ക് ഉണ്ടായിരുന്നല്ല അങ്ങനെ എല്ലാവരും യൂട്യൂബ് ചാനലും പിന്നെ അങ്ങനെ എന്താ പറയാ ഷോർട്സ് ഇടലും ഇൻസ്റ്റയിൽ വീഡിയോസ് ഇടലും ഫേസ്ബുക്കിൽ അങ്ങനെയൊക്കെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഫോണിൽ കളിച്ചിരിക്കുമ്പോൾ ഓരോന്ന് കാണുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ വീഡിയോ എടുക്കാം അങ്ങനെ വീഡിയോ എടുക്കാന്ന് അറിയാം. പക്ഷെ ഞാൻ അന്ന് ഇങ്ങനെ കളിയാക്കല്ല, അതേമാതിരിയൊക്കെ എന്നെ തേങ്ങ കരുതിയിരുന്നു. പക്ഷെ അന്നൊന്നും യൂട്യൂബ് എന്താ എങ്ങനെ വീഡിയോ ഇട്ടേല് അതൊന്നും എനിക്കറിയില്ല. സത്യം പറഞ്ഞാൽ അന്ന് പൈസ കിട്ടുന്ന കാര്യം പോലും എനിക്കറിയില്ലേനു കേട്ടാ. അതാട്ടാ സത്യം. അപ്പൊ എന്റെ അപ്പൊ ഇങ്ങനെ പറയട്ടെ, നേരം പോക്കിന് അങ്ങനെ ഓരോ കോമഡി വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നോക്കും ഉപ്പയും മക്കളും നമ്മള് പെരയത്തെ ഓരോ വീഡിയോസുകളും കാര്യങ്ങളും അറിഞ്ഞിട്ട് ഇരുന്ന് അങ്ങനെ കാണും. കാരണം പെരയിന്ന് പുറത്തിറങ്ങാൻ പറ്റുന്നില്ലല്ലോ. അങ്ങനെ വീഡിയോസുകളൊക്കെ കാണുമ്പോ ഇപ്പൊ ഇങ്ങനെ തമാശയിൽ ഇങ്ങനെ പറയും കേട്ടോ, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാന്നൊക്കെ. അപ്പൊ ഞാൻ എന്നെ പറയുമ്പോ ഞാൻ എന്നെ കളിയാക്കാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. അപ്പൊ ഞാനും അതേമാതിരി തിരിച്ചിങ്ങനെ കളിയാക്കിട്ട് ഓരോന്നും പറയും. അങ്ങനെയൊക്കെ എന്നിട്ട് അപ്പൊ എന്തായാലും കല്യാണമൊക്കെ കഴിഞ്ഞ് ഇപ്പൊ കുറച്ചായപ്പോഴാട്ടോ യൂട്യൂബ് എന്താ ഇങ്ങനെ വീഡിയോസ് ഇടല് എന്നൊക്കെ ഞാൻ ഇതേമാതിരി യൂട്യൂബിലൊക്കെ നോക്കി പഠിച്ചിട്ട് വീഡിയോസ് ഒക്കെ ഇടല് തുടങ്ങിയതിട്ടാണ്. പിന്നെ എന്തായാലും യൂട്യൂബിലൊക്കെ നോക്കി അപ്ലോഡ് ചെയ്യലൊക്കെ പഠിച്ച് വീഡിയോസ് ഒക്കെ ഇടല് തുടങ്ങി. ഇപ്പൊ സ്ഥിരമായതിനു ശേഷം വീഡിയോ ഇടാതായപ്പോ പല ചോദ്യം വരാൻ തുടങ്ങി, എന്താ വീഡിയോ ഇടാത്ത കൊണ്ട് ഇടുന്നൊക്കെ. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഞാൻ പറഞ്ഞു കണ്ടന്റ് ഇല്ല, അങ്ങോട്ട് നെറ്റ് ഇല്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടാ. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസുകൾ വിട്ടായിട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇതേമാതിരി ഇപ്പൊ ഇങ്ങനെ എന്താ പറയാ നമ്മൾ ഈത്തപ്പയം പറിച്ചല്ലോ ആ വീഡിയോ വിട്ടന്നപ്പോ ഞാൻ പറഞ്ഞു അത് യൂട്യൂബിൽ ഇടട്ടെ പറഞ്ഞിട്ട്. അപ്പൊ അപ്പൊ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടെ യൂട്യൂബിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നൊക്കെ. ഒരു ദിവസം എത്തിയില്ലെങ്കിൽ അപ്പൊ ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത, എന്താ എടുക്കാത്ത, അങ്ങനെ ഇങ്ങനെയൊക്കെ ഒക്കെ ചോദിച്ചറിയിട്ടാ. പക്ഷെ ഇപ്പൊ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരിക്കലും ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല കേട്ടാ. സത്യം പറഞ്ഞ ഫസ്റ്റിലും പിന്നെ ഒക്കെ തന്നെ യൂട്യൂബ് തുടങ്ങിയാണ് അപ്പൊ സപ്പോർട്ട് ചെയ്തിരുന്നത്. അതായത്
ഞാൻ അങ്ങനെ ഇതേമാതിരി ഇങ്ങനെ സബ്സ്ക്രൈബ് കയറുമ്പോ പക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കും ഇത്ര ആയി എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അന്ന് അങ്ങനെ കാര്യമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിരുന്നില്ല, അതായത് ബ്ലോഗും കാര്യങ്ങളൊന്നും ഇട്ടിരുന്നില്ല കേട്ടാ. കൊമ്പങ്ങാട് പോയതിന്റെ വീഡിയോസ് ഒക്കെ വെറുതെ അങ്ങനെ എടുത്തിടുന്നു. അന്ന് എനിക്ക് അറിയില്ലേനു കേട്ടോ അതേമാതിരി നമ്മൾ വേറെയുള്ളവരെ വീഡിയോസുകളെ നമ്മളെ ചാനലിൽ ഇടാൻ പാടില്ല എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ കാണാൻ പല ആൾക്കാരും കൊമ്പങ്ങാട് പോയതിലൊക്കെ വീഡിയോ ഇട്ടു, കാരണം പോലെ ആ ഫേമസ് ആയി തുടങ്ങിയ ടൈമില്. അപ്പൊ ഞാൻ എന്താ കട്ടിന്ന് വെച്ചാല് ആ വീഡിയോന്റെ ലാസ്റ്റ് കട്ട് ചെയ്യും, അതായത് ഒരു പരസ്യം കഴിക്കാറല്ല അത് കട്ട് ചെയ്തിട്ട് കോമഡി ഭാഗങ്ങൾ മാത്രമാക്കിയിട്ടൊക്കെ അങ്ങനെ ഷോർട്സുകൾ അങ്ങനെ ഇട്ട് പോവുകയെന്നിട്ടാ എന്റെ പരിപാടി. പിന്നെ കുറെ കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞു ഇങ്ങനെ നമ്മള് വേറെയുള്ളവരെ വീഡിയോസ് നമ്മള് ചാനലിൽ ഇടാൻ പാടില്ല, നമുക്ക് പണി കിട്ടുന്നൊക്കെ. പക്ഷെ പണി കിട്ടുക എന്താ വെച്ചാല് നേരെ നമ്മൾ കോപ്പി ചെയ്ത്, അതായത് ആ വീഡിയോസ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൽ കൊടുത്തിട്ടുമ്പോഴാണ് നമുക്ക് പണി കിട്ടുക. അതിൽ എന്തെങ്കിലുമൊക്കെ എഡിറ്റിങ്, അതായത് നമ്മളതായിട്ടുള്ള എന്തെങ്കിലും എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഓരോ വീഡിയോ എടുത്തിട്ട് പകുതിക്ക് നമ്മൾ വോയിസ് ഓവർ കൊടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മളെ വീഡിയോസ് അതിൽ ആഡ് ചെയ്താൽ കുഴപ്പമില്ല. ഓരോ വീഡിയോ ഒരു പണി എടുക്കാതെ നമ്മൾ നേരെ മുതി കൊടുക്കുന്ന പണി ലാഭം നോക്കിയാൽ 8ന്റെ പണി കിട്ടുമെന്ന് പിന്നീട്ട് മനസ്സിലായത്. പിന്നെന്താ വെച്ചാല് എനിക്ക് പണി കിട്ടൂല എന്ന് ഉറപ്പ്, കാരണം ഉറപ്പിച്ചാല് എന്റെ ഒരു വിശ്വാസം കേട്ടാ. എന്താ വെച്ചാൽ കാരണം അതിന്റെ പരസ്യങ്ങൾ കട്ട് ചെയ്തിട്ട് കോമഡി ഭാഗങ്ങൾ മാത്രമാക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് വീഡിയോ എടുത്തിട്ട്. അപ്പൊ പിന്നെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഞാനിങ്ങനെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞ് പിന്നെ ഒന്നുകൂടി ഇൻട്രസ്റ്റ് കൂടിയിട്ടാ. കാരണം ഏതായാലും പേര് വെറുതെ ഫോണിൽ കളിച്ചിരിക്കണം, ഞാൻ സ്റ്റാറ്റസ് ഒക്കെ വേണ്ടിയിട്ട് ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് നോക്കും. അങ്ങനെയൊക്കെ ആയപ്പോൾ പിന്നെ അങ്ങനെ തോന്നി ഇപ്പൊ ഇത് നിലവിൽ കൊണ്ടുപോകാനാ നല്ലതൊക്കെ കരുതിയിട്ട് അങ്ങനെയാണ് വീഡിയോ ഇടരുത്. പിന്നെ അങ്ങനെ ആദ്യമൊക്കെ ഇതേമാതിരി വീഡിയോക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുക്കുമ്പോൾ ഭയങ്കര ബേജാറ് ചെയ്തിട്ടാ. കാരണം ബബ്ബ അടിച്ചിട്ടേനു. എന്താ വെച്ചാൽ ഞാൻ എങ്ങനെ വെച്ചാൽ വളവളാച്ചിട്ട് നല്ല വർത്താനം പറയുന്ന ആളാട്ടോ. അതിങ്ങനെ നിർത്തുന്നില്ല, പറയാൻ തന്നാ അങ്ങനെ പറഞ്ഞുകൊണ്ട് കൂട്ടാ. അപ്പൊ എല്ലാരും പറയും എന്നോട് ഇപ്പൊ ലാവിനെ ഇവിടെ തന്നെ കളിയാക്കൂട്ടാ, ഒന്ന് നിർത്തി പറഞ്ഞുകൂടെ അറിയില്ല. പക്ഷെ ഇപ്പൊ സത്യം പറയാൻ എനിക്ക് നിർത്തി പറയാൻ അറിയില്ല, വർത്താനം പറയാൻ അങ്ങ് പറഞ്ഞുകൊണ്ടേ അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ ഞാൻ. സൈലന്റ് ആയ പിന്നെ സൈലന്റ് ആയത് തന്നെ കേട്ടോ അങ്ങനെ. അപ്പൊ പിന്നെ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ഇപ്പനോട് വെറുതെ പറഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ വീഡിയോസുകൾ വിട്ടയക്കാറ്. അപ്പൊ ഇപ്പൊ അതേമാതിരി ഈത്തപ്പയ പറിച്ചാൻ പോയിരുന്ന വീഡിയോ പറഞ്ഞില്ല, അതിപ്പോ വെറുതെ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി വിട്ടെന്ന് വീഡിയോസ് ചെയ്തിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഇടാന്ന്, ഒന്നും ഇടാല്ല പറഞ്ഞിട്ട് ഞാൻ അതിന് മ്യൂസിക് ഒക്കെ കൊടുത്തിട്ട് ഷോർട്സ് ആക്കിയിട്ട് യൂട്യൂബിലിട്ട്. അപ്പൊ ഞാൻ പാടാറിഞ്ഞ എന്തായാലും അവിടെ ഈത്തപ്പയൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ ഈത്തപ്പയ കൊണക്കണ വീഡിയോസ് ഒക്കെ എടുക്കുന്നിട്ട് ഞാൻ വ്ളോഗായിട്ട് അപ്ലോഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ വീഡിയോസുകൾ വിട്ടെന്നാ മതി എന്നൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ പറഞ്ഞ് അത് ഉപ്പാന്റെ റൂമിലും ആ ഭാഗത്തുള്ള അല്ല. ഇപ്പൊ ഇതേമാതിരി അങ്ങാടി പോയപ്പോ പള്ളിയിൽ കൊടുക്കോ പോയപ്പോ കണ്ടപ്പോ അങ്ങനെ പറിച്ചപ്പോ വെറുതെ വീഡിയോ വിട്ടെന്നെ എനിക്ക് പറിച്ച ഉണക്കാനുള്ളതൊന്നും ഇല്ല പറഞ്ഞിട്ടാ. കാരണം ഓലെ പെരയിലും ഓലെ ചുറ്റുവട്ടത്തൊക്കെ ആണെങ്കിൽ നമുക്ക് സുഖല്ലേ. ഇത് അങ്ങാടിയിലാണ്, അതായത് പള്ളിയിൽ പോണോടത്ത്. അവിടെ ഇവിടെ റോട്ടുമ്പോ കണ്ടിട്ട് ഇപ്പൊ ഇങ്ങനെ രസത്തിന് പോയി പറിച്ചതാണ്. പക്ഷെ ഇപ്പൊ ആദ്യം ഞങ്ങള് കുട്ടികളൊക്കെ അതിന്റെ ടൈമിൽ ഗൾഫിൽ പോയപ്പം ഇതേമാതിരി ഈത്തപ്പഴത്തിന്റെ മരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈത്തപ്പഴം പറിച്ചുന്ന ഫോട്ടോസും കാര്യങ്ങളും ആൽബത്തിൽ കണ്ടിട്ടാ. അത് നല്ല സുഖം കേട്ടോ. പക്ഷെ ഇപ്പൊ അങ്ങനെ ഇപ്പൊ നിൽക്കുന്നിടത്ത് അങ്ങനെ എന്താണ് ഈത്തപ്പഴം അങ്ങനത്തെ ഒന്നുമില്ല. അതേമാതിരി ഇങ്ങനെ പുറത്തൊക്കെ പോകുമ്പോ കാണാ ആ രസത്തില് അങ്ങനെ വിട്ടെന്നൊക്കെയാണ്. അപ്പൊ നൈപ്പനോട് ഇങ്ങനെ അറിഞ്ഞ് എന്താണ് എന്റെ ഇവിടെ അടുത്തൊന്നുമില്ല, എനിക്ക് ഈത്തപ്പഴം ഉണക്കാളൊന്നും കിട്ടൂല, അത് ഞാൻ വെറുതെ വിട്ടെന്നേന്ന് എന്നൊക്കെ പറഞ്ഞിട്ടാ. പിന്നെ ആ വിഷയം അവിടെ വിട്ട്, കാരണം പിന്നെ അങ്ങനെ കാര്യമായിട്ട് വീഡിയോ എടുക്കൊന്നുമില്ലല്ലോ. പിന്നെ അത് കഴിഞ്ഞ് 2 ദിവസം എന്തോ കഴിഞ്ഞതിന് ശേഷം തോന്നുന്നുണ്ട് ഒരു ദിവസം രാവിലെ തന്നെ ഉണ്ട് മെസ്സേജ് ഒക്കെ ഉണ്ട് കുറെ വീഡിയോസുകളൊക്കെ വിട്ടെന്നിട്ട്. അപ്പൊ ഞാനിത് എന്താ വെച്ചിട്ട് രാവിലെ നമ്മൾ പിന്നെ അങ്ങനെയാണല്ലോ, നമ്മളവിടെ പോയാല് പിന്നെ നിസ്കാരം ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ കടന്നാല് പിന്നെ ഒരു 9 മണി ഒക്കെ ആവല്ലോ നീച്ചാൻ. അങ്ങനെ ഞാൻ ഇതേമാതിരി നിസ്കാരമൊക്കെ കഴിഞ്ഞ് കടന്നു. എന്നിട്ട് രാവിലെ നീച്ചപ്പോ ഇപ്പൊ കുറെ വീഡിയോസുകൾ വിട്ടിട്ട് ഇപ്പൊ എത്ര നാളെ മെസ്സേജ് വെച്ചിട്ട് വെച്ചിട്ട് ഞാൻ എടുത്ത് നോക്കിയപ്പോ ഇതാട്ടാ. അതായത് ഇപ്പാന്റെ കുക്കിംഗ് വീഡിയോ ഉണ്ട്, ഇപ്പാന്റെ റൂമിന്റെ വീഡിയോസ് ഒക്കെ വിട്ട് നിൽക്കുന്നുട്ടാ. അപ്പൊ ഡൗൺലോഡ് ആയി കിട്ടുന്നില്ല, കാരണം തോനെ വിട്ടുകൊണ്ടാണ്. അപ്പൊ അങ്ങനെ ഡൗൺലോഡ് ആയി കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ കുറച്ച് ആക്കിയിട്ട് അങ്ങനെ വീഡിയോസ് ഡൗൺലോഡ് ചെയ്തെടുത്ത്. അപ്പൊ എടുത്തപ്പോ ഒന്ന് ഇപ്പൊ ഇതേമാതിരി കറി വെക്കണതാട്ടാ, പിന്നെ ഒന്ന് ഇതേമാതിരി ഇപ്പൊ റൂമിന്റെ വീഡിയോസ് വിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ഗൾഫ് പോയ ഉടനെ വിട്ടുന്നീന്. പക്ഷെ നമ്മളെ നാട്ടിലത്തെ മാതിരി നല്ല സൗകര്യങ്ങളും ഒന്നും ഉണ്ടാവില്ലല്ലോ അപ്പൊ അവിടുത്തെ റൂമൊന്നും. അതേമാതിരി കേട്ടോ സത്യം പറഞ്ഞപ്പോ ഈ ഗൾഫ് പോയപ്പോ, അതായത് ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ച ടൈമിലാണ് ഇപ്പൊ ലാസ്റ്റ് ഗൾഫ് ഒഴിവാക്കി വന്നത് കേട്ടോ. കാരണം ഇവിടെ നാട്ടില് പണിയെടുത്ത് കൂടാന്ന് പറഞ്ഞിട്ട് വന്നതേന്ന്. പിന്നെ കൊറോണ ആയി, പണിയില്ലാതായി, അങ്ങനെ കുറച്ച് ഇടങ്ങാറായി. അങ്ങനെ ഒക്കെ കൂടെ ആയിട്ട് പിന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം കേട്ടാ പോയത്. മാഷാഅല്ലാഹ് കല്യാണം കഴിഞ്ഞ വെച്ചിട്ട് ഇതുവരെയായിട്ട് ഒരു കടകളും ഇല്ല കേട്ടോ. കല്യാണത്തിന് പേരും പറഞ്ഞ കടവും വലിയ ഒരു ഉറുപ്പിക പോലും കട ഉണ്ടായില്ല കേട്ടോ. അതന്നെ വലിയൊരു കിട്ടില്ലല്ലേ നമുക്ക്. പിന്നെ നമ്മള് തരമത്തെ ലോണ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ കൂടിയായിട്ട് ഇവിടെ നാട്ടിൽ ഇപ്പൊ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലല്ലോ. ഞാൻ പിന്നെ ഇപ്പൊ കോറിയിലായിരുന്നു, കൊറോണ ഒക്കെ മാറിയതിനു ശേഷം ഇവിടെ കോറിയിൽ ഇപ്പൊ സ്വന്തമായിട്ട് ലോറി എടുത്തില്ല. അപ്പൊ അങ്ങനെ കല്ലുമണ്ടി മേലും. പിന്നെ കോറിപ്പ പറഞ്ഞ മാതിരി 2 ദിവസം പണി ഉണ്ടെങ്കിൽ പിന്നെ 4 ദിവസം പണി ഉണ്ടാവില്ല, അങ്ങനൊക്കെ കൂടിയാണല്ലോ. അങ്ങനെ എന്തായാലും പെരയിത്ത ലോണ്, വണ്ടിന്റെ അടവ് കാര്യങ്ങള്, ചെലവ് കാര്യങ്ങള്, പിന്നെ അതിനിടയിൽ നമുക്ക് വല്ല അസുഖം വന്നാൽ അത് വേറെ.
ഒക്കെ കൂടെ ചുറ്റുപാട് തലക്ക് മേലായിട്ടാ. അപ്പൊ പിന്നെ ആളറിഞ്ഞ എന്തായാലും ഗൾഫ് പോവാൻ നോക്കാറിട്ട് അങ്ങനെ പോയതേട്ടാ. പക്ഷെ ഉപ്പാക്ക് സത്യം പറഞ്ഞ ഉപ്പാക്ക് ഉപ്പാന്റെ തടിയിൽ തന്നെ നിൽക്കാൻ പറ്റിട്ട്, അതാണ് ഒരു കാര്യട്ടാ. പിന്നെ അനിയന്മാർക്ക് വലിയ കുട്ടികളായിക്കണമെങ്കിൽ നമുക്ക് അത്ര ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ. രണ്ടും പഠിച്ചിന ആൾക്കാരാണ്. എന്നാലും എന്റെ വലിയ അനിയന് ഇതേമാതിരി പണിക്കൊക്കെ പോയിട്ടാ. അപ്പൊ പിന്നെ 9ാം ക്ലാസ്സിൽ തന്നെ ഇതേമാതിരി ഉപ്പാന്റെ കൂട്ടുകാരനൊക്കെ ഞാൻ പറഞ്ഞല്ല, ഇപ്പൊ ഇവിടെ ആദ്യം ഗൾഫിന് വന്ന ഉടനെ എംസാൻഡ് വണ്ടിമേന്ന്. അപ്പൊ അങ്ങനെ അതേമാതിരിയൊക്കെ പോയിട്ടാ. ഓൾക്കും മാഷാള്ള കുഴപ്പമില്ലാതെ ഓൾക്കും അതിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നു. പിന്നെ അതേമാതിരി ഇടക്കും നിലക്കും കയ്യും കാലും കേടര അങ്ങനെയൊക്കെ കൂടിയായിട്ട് പിന്നെ ഓരും സ്കൂൾ കുട്ടികളല്ലേ, പഠിച്ചുന്ന ടൈമല്ലേ, എന്താ പറയാ, ഇത് സ്കൂൾ ഇല്ലാത്തപ്പെട്ടാ വെറുതെ ഇങ്ങനെ ഓലെ സഹായിക്കാൻ വേണ്ടി പോകുക അങ്ങനെയൊക്കെ പോയില്ല. അപ്പൊ അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ പൈസ കൊടുത്തിരുന്നു. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഓന് പാവം ചെറുപ്പത്തിൽ തന്നെ അധ്വാനം തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ മൂത്താപ്പാനൊപ്പം പണിക്കും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇപ്പൊ അതേമാതിരി എപ്പോഴേലൊക്കെ അല്ലേ കോറി ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മളൊരു ആ ഒരു കോറിന്റെ ഇത് ഇതാക്കിയിട്ട് നമുക്ക് ജീവിതം മുന്നോട്ട് പോലാന്ന് ഉറപ്പായിട്ടാ. കാരണം പെരന്റെ ലോണുണ്ട്, പിന്നെ നമ്മളെ വണ്ടിന്റെ അടവ് കാര്യങ്ങള്, ബാങ്കത്തെ ഇടപാട്, അങ്ങനെ കുറെ ചുറ്റുപാടായപ്പോ ഇപ്പാനെ തടിയിട്ട് നിക്കാൻ വെച്ചാൽ എന്നാലും പിന്നെ വേറെ ആരും ഇല്ലല്ലോ നമ്മളെ നോക്കാനും എന്താ പറയാ നമ്മളെ ചെലവ് നടത്തി തരാനൊക്കെ. എല്ലാരും ചെയ്ത് തരുന്നതിനൊക്കെ ഒരു അതിരില്ലേ. അങ്ങനെ പിന്നെ എന്തായാലും ഇപ്പൊ ഗൾഫ് പോകാൻ തീരുമാനിച്ചിട്ടാ. സത്യം പറഞ്ഞാൽ ഇപ്പാക്കും ബോധിയില്ല പോവാന്, പറഞ്ഞേക്കണ ഞങ്ങൾക്കില്ല കേട്ടോ. ഞങ്ങക്ക് തീരെ ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ഇപ്പൊ എന്താ ചെറിയ അനിയന്റെ ഇപ്പൊ പറഞ്ഞാൽ പിന്നെ കുറെ ടൈം നിന്നിക്കണം കേട്ടാ. ഞങ്ങളൊക്കെ കുട്ടികളായിരുന്ന ടൈമിലേ ഇപ്പൊ ഗൾഫിലായിരുന്നു. ഞാൻ ചെറിയ കുട്ടീനെ മുതലേ ഇപ്പൊ ഗൾഫെത്തൽ തുടങ്ങി കേട്ടാ. വരും ഇതേമാതിരി 6 മാസം അങ്ങനെ എന്തോ കുടുംബ വരും, പിന്നെയും പോവും, അങ്ങനെ ലീവിന് വന്നിട്ട് അങ്ങനെ പോക്കിയാണ്. ഇടക്കൊക്കെ ഇങ്ങനെ വന്നീന്, അതായത് ഒരു കൊല്ലത്തിന്റെ ഇടക്ക് തന്നെ വന്നീന്. അങ്ങനെ പോയിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഇപ്പാനെ ചെറുപ്പത്തിൽ ഇപ്പാനായിട്ടുള്ള അടുപ്പം വല്ലാതെ ഉണ്ടായിട്ടില്ല. കാരണം അതേമാതിരി എപ്പോഴേലൊക്കെ ലീവിനല്ലേ വരുള്ളൂ. പക്ഷെ പിന്നെ ഞാൻ 10ലെത്തിയപ്പോ എന്റെ ചെറിയ കുട്ടിയായിരുന്നില്ല, ഓനിപ്പോ LP സ്കൂളൊക്കെ പോണ ടൈമായിട്ട് എന്നിട്ടാ. പിന്നെ ഇപ്പൊ ഇവിടെ കുറെ കാലം ഇവിടെ നിന്ന്, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞപ്പോ ഇപ്പൊ പോയിട്ട് 1 വർഷമായിട്ടുള്ളൂ. അത്രയും ടൈം നമ്മളെ കൂടെ നിന്നിട്ടും പിന്നെ പോകുമ്പോ എല്ലാവർക്കും ഇത് സങ്കടമാവില്ല. കാരണം എല്ലാ കുട്ടികളൊക്കെ വലുതായി, ഞാൻ വലിയ കുട്ടിയായി, പിന്നെ അനിയന്മാര് വലിയ കുട്ടികളായി, കുടിയാർ വെച്ച് തുടങ്ങിയില്ല. മറ്റേ എന്താ നമ്മള് ചെറിയ കുട്ടികളാകുമ്പോ ഇപ്പൊ ഗൾഫിൽ നിന്ന് മുട്ടായി സാധനങ്ങൾ അതൊക്കെ നമ്മളെ പുള്ളികൾ. പക്ഷെ എന്താണ് പ്രവാസി അങ്ങനൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഇപ്പൊ എന്തായാലും ഇപ്പാനെ കൂടെ നിന്ന് പോകുമ്പോ എല്ലാവർക്കും നല്ല സങ്കടം എന്നിട്ട്, അതിൽ തീരെ സഹിച്ചാൻ പറ്റാത്ത സങ്കടം എന്നെ മിഥുവിനെ എന്നിട്ടാ. പാവം ഓനെന്താ കാരണം ഒന്നാമത് എന്താ വെച്ചാല് ഇപ്പൊ ചെറിയ കുട്ടിയായത് അവൾക്ക് പിടിയാറ് ആ ഒരു പക്വതൊക്കെ വെച്ച വരുന്ന ടൈമിൽ തന്നെ ഇവിടെ നാട്ടിലുണ്ടായോണ്ട്, പിന്നെ ചെറിയ കുട്ടിയല്ലേ, കൊഞ്ചിക്കുട്ടിയാണല്ലോ, അധികം കൊഞ്ചല് കിട്ടുമ്പോ ഒരു ഇതല്ലേ. പക്ഷെ ഓനിക്ക് എന്നിട്ട് തീരെ സങ്കടം സഹിച്ചാൻ പറ്റാന്. കാരണം എന്താന്നാ പറയാ, നമ്മളൊക്കെ പുതിയാറ് വെച്ചമ്മക്ക് അറിയാം നമ്മളെ കടും ബാധ്യതകളും ആരുമില്ല നമ്മളെ നോക്കാൻ, നമ്മളെ തന്നെ പോയാലും നമുക്ക് ജീവിതം മുന്നോട്ട് കൊള്ളുന്നൊക്കെ മനസ്സിലാക്കുന്ന പക്വത നമുക്ക് വന്നു തുടങ്ങി. പക്ഷെ ഓൻ അങ്ങനെയല്ലല്ലോ, ഓൻ ചെറിയ കുട്ടിയല്ലേ. ഓൾക്ക് ഇതിപ്പാന്റെ കുഞ്ചിക്കുട്ടി നിന്നോണ്ട് ഓൾക്ക് ഭയങ്കര സങ്കടം എന്നിട്ട് ഇപ്പൊ പോയ ഉടനൊക്കെ തിന്നായിരിക്കുമ്പോൾ ഒഴിച്ചിട്ട് മദ്രസ് പോകുമ്പോ ഒഴിച്ചിട്ട് അങ്ങനെ. ഓനക്ക് പറഞ്ഞാല് എങ്ങനെ വെച്ചാല് ഓനിന്റെ അപ്പ ഞാനൊക്കെ ഇങ്ങനെ സങ്കടം വന്നാ പിന്നെ വന്നത് തന്നെ കരട്ടാ, ഭയങ്കര ടെൻഷനായി കരട്ടാ. ഓർക്കൊന്ന് തീരെ സങ്കടം സഹിച്ചാൻ പറ്റൂല. ഇനിയിപ്പൊ ഞാൻ വാങ്ങി പോയാൽ തന്നെ നമ്മളിങ്ങനെ ഫോണിൽ കളിച്ചിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ വെറുതെ ഇങ്ങനെ ഇതുണ്ടാക്കി അല്ലെങ്കിൽ വികൃതിയാക്കിയാൽ നമ്മൾ ചീത്ത അറിഞ്ഞാലോ തെറ്റും. പിന്നെ അങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ സോപ്പിട്ട് മയക്കി എടുക്കണം. ഓനക്ക് പെട്ടെന്ന് ടെൻഷൻ കയറിട്ടോ. ഓനായാലും എന്റെ അപ്പായാലും ഞാനായാലും അങ്ങനെ സഹിച്ചും ക്ഷമ വിട്ടാ പിന്നെ നമുക്ക് സങ്കടം അത് പിന്നെ എല്ലാവർക്കും അങ്ങനെ തന്നെ. പക്ഷെ എന്താ പറയാ, എനിക്കൊക്കെ ഒരു പരിധി വരെ ഞാൻ ക്ഷമിച്ചു. മിഥു എന്നൊക്കെ പറഞ്ഞാല് ഭയങ്കര സങ്കടമുള്ള ഒരു ടൈപ്പായിട്ടാ. കാരണം മിഥുവിന് എന്റെ ഉപ്പാക്കൊക്കെ പെട്ടെന്ന് സങ്കടം വരും. ഞങ്ങൾക്കൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും തീരെ ക്ഷമയില്ലാത്ത ആൾക്കാർ ഒരു 2 ആൾക്കാരായിട്ടാ. പിന്നെ എന്താ പറയാ, എനിക്കും അങ്ങനെ തന്നെയാണ്. നമുക്ക് സങ്കടം വന്നാൽ പിന്നെ വന്നത് തന്നെ കരട്ടാ. പിന്നെ അത് ചിന്തിച്ചോട് നടക്കേ കരട്ടാ. പിന്നെ ഇപ്പൊ എന്താ പറയാ, ഞങ്ങളെ മാതിരി ഒന്നല്ല ഓര് രണ്ടാളും. ഓർക്ക് രണ്ടാൾക്ക് പെട്ടെന്ന് സങ്കടം വരും. ക്ഷമിക്കാനുള്ള കൈ കൊടുക്കില്ല കേട്ടാ. എന്തായാലും ഇതേമാതിരി പല കൊണ്ടാക്കാൻ ഞങ്ങളൊക്കെ പോയിരുന്നു. എന്റെ അമ്മ പോന്നിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളൊക്കെ പോയിട്ട്. എന്നിട്ട് പോയി വരുമ്പോൾ ഹോട്ടലിൽ കയറി ചായ അടിച്ചാൻ വേണ്ടി കയറിയപ്പോൾ ഇവ ഇരുന്നോന്ന് ഒഴിച്ചിട്ട്. അപ്പൊ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഇടകരല്ലേ. കാരണം ഓൻ പലൊരു കൊഞ്ചിക്കുട്ടിയെന്നോ ചെറിയ കുട്ടിയല്ലേ. ഓന് എന്തിനപ്പോ പോണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിച്ചിട്ട്. അപ്പൊ പോണം മുന്നേ അതേമാതിരി ഇങ്ങനെ എന്താണ് ഞാൻ പറയുന്നല്ല, ഇപ്പൊ നായ്ക്കളൊക്കെ വളർത്തിട്ടോ. വളർത്താ വെച്ചാല് നമ്മള് ഇങ്ങനെ തൊടുവിലും പറമ്പിലൊക്കെ നടക്കുന്ന നായ്ക്കളും ഞങ്ങൾക്ക് വരുമ്പോ തിന്നാനൊക്കെ ഇട്ടെടുത്തിട്ടും അങ്ങനൊക്കെ ആയിട്ട് ഇപ്പൊ നല്ല നോക്കിട്ടോ നായ്ക്കളൊക്കെ. അപ്പൊ ആ നായ്ക്കളുടെ കാരണം ഒരാൾക്ക് പന്നികൾ വരൂല. ഞങ്ങളവിടെ നല്ല പന്നിശല്യം ഉണ്ട്. അപ്പൊ ഇതേമാതിരി ഇപ്പൊ പലതരം പച്ചക്കറികളും അതും ഇതൊക്കെ ഉണ്ടാക്കുമ്പോ ഈ പന്നികൾ വരാതിരിക്കാനാണ് ഇപ്പൊ ഈ നായ്ക്കൾക്ക് തിന്നാട്ടെടുത്തിരുന്നത്. പന്നികൾ വരുമ്പോ നായ്ക്കൾ ഇങ്ങനെ ഒച്ചപ്പാട് ഉണ്ടാക്കുമ്പോ പന്നികൾ പോകുമല്ലോ.
അങ്ങനെ ഇപ്പൊ പല കുട്ടികളെ മാതിരി എന്നിട്ട് കണ്ടിരുന്നു. ഞങ്ങളെന്നെ എപ്പോഴും തമാശയിൽ പറയണ്ട, ഞങ്ങളൊന്നല്ല ഞങ്ങളെ കുട്ടികള്, നിങ്ങൾക്ക് നായ്ക്കുട്ടികളാണ് വലുത് എന്നൊക്കെ പറയട്ടെ. കാരണം ഒരു രണ്ട് നായ്ക്കളുണ്ടെങ്കിൽ പിന്നെ കുറച്ച് ദിവസം മുമ്പൊക്കെ നാലിനാവും, പിന്നെ ഒരു കുട്ടികളും മക്കളും അത് വേറെ. ഞാനിപ്പോ പല കുട്ടികളെ മാതിരി എന്നിട്ടാ നായ്ക്കളെ നോക്കിയിരുന്നത്. എന്നിട്ട് അവിടെ ഉള്ളവരെന്നെ പറയും, കാരണം എന്താ പറയാ, നമുക്കൊരു ശല്യം ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ തിരക്കാരെ മാതിരി നമ്മളെ മുറ്റത്ത് ചുറ്റിപ്പറ്റി അങ്ങനെ നടക്കൂട്ടെ. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ വരുന്നവർക്ക് പേടിയായിരുന്നു, കാരണം ഈ നായ്ക്കൾ എന്തെങ്കിലും ചെയ്യ വെച്ചിട്ട്. ഈ നായ്ക്കൾ എങ്ങനെ ചിലര് സാധ്യത ഞങ്ങൾ അതായത് ഞങ്ങളെ തിരക്കാരെ ഒന്നും പറയാൻ നമ്മള് വരുന്നുണ്ട് വെച്ചിട്ട് കുറയ്ക്കുക കാര്യങ്ങളൊന്നുമില്ല. എന്റെ ഉപ്പാന്റെ വണ്ടിന്റെ ഓൺ റോട്ടുമെന്ന് കേട്ട നായ്ക്കൾ ഇറങ്ങിച്ചെല്ലും. അതുപോലെ നമ്മള് പെരയില്ലാത്തുമ്പോ നമ്മള് പെരയ്ക്ക് വരുമല്ലോ, വണ്ടിയിലൊക്കെ വരുന്ന ഒച്ചപ്പാടേക്കുമ്പോ വണ്ടി വരും. അതൊക്കെ നമ്മള് എന്താ പറയാ, ഈ മൃഗങ്ങൾക്ക് മനുഷ്യന്മാരങ്ങാട്ട് സ്നേഹം ഉണ്ട് എന്നൊക്കെ പറയുന്നത് എത്രയോ സത്യമായിട്ട്. ചിലപ്പോ നമ്മക്കന്നെ അന്തം വിട്ടിട്ട്, കാരണം ഇപ്പൊ പോകുമ്പോ പല വിധാന നായ്ക്കളും ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയിട്ടിട്ടാ. എന്നിട്ട് ഇപ്പൊ ഗൾഫ് പോണ അടുപ്പിച്ചിട്ട് ഇതേ പോണേന്റെ തലേന്നുണ്ടോ ഇപ്പൊ പറഞ്ഞത്ര, ഇങ്ങനെ രാത്രി തിന്നാട്ടെടുത്തപ്പോ പറഞ്ഞത്ര, എന്റെ കുട്ടി മദ്രസക്ക് പോകുമ്പോ നോക്കിക്കൊണ്ട് ഓന്റെ നേരെ എന്താ കുറയ്ക്കരുത് എന്നൊക്കെ ഇപ്പൊ പറഞ്ഞേക്കണം. അതിപ്പം കേട്ടിക്കണം. എന്നിട്ട് ഇപ്പൊ പോയതിനു ശേഷം മദ്രസക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോയപ്പോ ഒറ്റക്ക് പറഞ്ഞേക്കൂലട്ടെ. കാരണം എന്താ വെച്ചാൽ അവിടെ പന്നിയാളുണ്ടാവും, രാവിലെ തന്നെ നല്ല പന്നിയാളായിക്കരട്ടാ. അപ്പൊ പന്നിശല്യമുള്ള കാരണം എന്താണ് നായ്ക്കളും ഉള്ളതല്ല, പേടിയല്ല. കുട്ടികൾ പേടിച്ചാൽ പിന്നെ പേടിച്ചത് തന്നെയല്ലേ. രാത്രി അതായത് വെച്ചൊക്കെ വെച്ച് തരുന്ന ആ ഒരു ടൈം ആവുമ്പോ അവനമ്മ കൊണ്ടാക്കാൻ പോയപ്പോൾ നായ് കുരച്ചത്ര. ആ കുരച്ചോട് കൂടി ഇപ്പം പെരുന്നൊലുവിളിയത്ര. കാരണം പെരയിൽ നോക്കുമ്പോൾ അവർക്ക് ഒരു കുഴപ്പമില്ല, ഈ നായ കൊണ്ട് കുരച്ചപ്പോ കുട്ടി ഭയങ്കര നൊലുവിളിയത്ര. അപ്പൊ ഉമ്മ ചോദിച്ചത്ര, എന്താടാ എന്റെ വ്യക്തിനൊക്കെ ചോദിച്ചറിഞ്ഞപ്പോ ഇപ്പം പറയത്ര, ഇപ്പൊ പറയുന്നല്ല, ഇപ്പൊ എന്താണ് ഇപ്പാന്റെ നായ്ക്കൊക്കെ ഓരോ പേരാളൊക്കെ ഇട്ടിട്ടാ. അപ്പൊ ഇവരെ പേര് പറഞ്ഞിട്ട് ഇപ്പാട് അറിയാം, അമ്മാട് പറയത്ര, ഇപ്പൊ പറഞ്ഞല്ല എന്റെ കുട്ടീനെ നോക്കിക്കൊണ്ട് എന്റെ കുട്ടീനെ നേരെ കുറയ്ക്കരുത് എന്നൊക്കെ പറഞ്ഞല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് പറഞ്ഞിട്ട് ഓന്നല്ലോ ചോദിച്ചത്. കാരണം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓന്റെ മനസ്സിൽ നിന്ന് പോയി കിട്ടില്ല. അങ്ങനെ ഓരോന്ന് പറയുന്ന വാട്ടിലൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ സങ്കടം ഉണ്ടാവും. ചോറ് മുന്നിൽ വെച്ചാൽ കുട്ടി ഇരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ എന്താ വെച്ചാല് എന്നും ഇപ്പൊ ഇങ്ങനെ എന്താണ് പറയാ, നമ്മള് തിന്നുന്ന ടൈമിലൊക്കെ ഇപ്പൊ ഉണ്ടായിട്ട് ഇപ്പൊ ഉണ്ടായിട്ട് പിന്നെ ഇപ്പൊ ഇല്ലാത്തൊരു ടൈമായപ്പോ ഓൾക്ക് സങ്കടം സഹിക്കാൻ പറ്റില്ല. അപ്പൊ ഓപ്പണായിട്ട് ഒഴിച്ചുമ്പോ നമുക്ക് വേറെ സങ്കടം കേട്ടോ. കാരണം നമുക്ക് അങ്ങനെ പിടിയാറ് വെച്ച് ഞാൻ നമ്മളെ ഭാരത്വം ബുദ്ധിമുട്ട് കാരണമാണ് ഇപ്പൊ പോയതെന്നൊക്കെ മനസ്സിലാക്കാനുള്ള കഴിയുമ്പോ പോയിക്കോന്ന്. പക്ഷെ ഓരങ്ങനെയല്ലല്ലോ. അങ്ങനെ ഓങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോ ഞങ്ങൾക്കും സങ്കടം കേട്ടോ. സത്യം പറഞ്ഞാൽ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോ ഇപ്പൊ നൊലൊഴിച്ച് പേരെ മൊത്തത്തിൽ എല്ലാവരും നൊലൊഴിച്ചുകൊണ്ടിരിക്കും കേട്ടോ. കാരണം ഈ കുട്ടീന്റെ കാട്ടിക്കൂട്ടലൊന്നും ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. ഓനിങ്ങനെ ഓരോന്ന് പറഞ്ഞു നൊലൊഴിച്ചതും കാട്ടുന്നൊക്കെ കാണുമ്പോ നമ്മക്ക് തന്നെ സങ്കടം കേട്ടാ. കാരണം എന്താ പറയാ, ഓന് എന്താണ് 9ാം ക്ലാസ്സിൽ എത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആള് വലിപ്പില്ല, മനസ്സിന് തീരെ കട്ടിയില്ല കേട്ടോ. അപ്പൊ ഓന് ഓരോ സാഹചര്യങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോ നൊലൊഴിച്ചും തിന്നുമ്പോ നൊലൊഴിച്ചും. അപ്പൊ ഇപ്പുള്ള ടൈമൊക്കെ കുട്ടിക്ക് ആ ടൈം വരുമ്പോ ഭയങ്കര സങ്കടം കേട്ടോ. അതൊക്കെ കാണുമ്പോ എനിക്കും ഉമ്മാക്കൊക്കെ അതിലേറെ സങ്കടം പൊട്ടിയത്. കാരണം ഓനങ്ങനെ നൊലൊഴിച്ച് ഞങ്ങൾ കാണലില്ല കേട്ടോ. അദ്ദേഹം ആരെങ്കിലും എന്തായാലും പറഞ്ഞ ഭയങ്കര സങ്കടം കേട്ടോ എനിക്ക്. പിന്നെ പോവാനായാലും ഞാനായാലും ഒക്കെ ഇപ്പൊ നാട്ടിലുള്ള ടൈമില് രാത്രി കിടക്കുമ്പോഴൊക്കെ ഇപ്പൊ ഇനി ഫോൺ കളിച്ച് കിടക്കേക്കാരട്ടെ. ഇനി എന്റെ മുത്തുമോൻ അതായത് വലിയ അനിയത് ആ സ്പോട്ടിൽ പോയി വേഗം കിടന്നുറങ്ങിട്ടാ. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങളെ റൂമിൽ ടച്ചാക്കിയാലേ ഞങ്ങൾ പോയി കിടക്കുള്ളൂ കേട്ടോ. ആ കല്യാണത്തിന് മുന്നേ അങ്ങനെ തന്നെ, പിന്നെ കല്യാണം കഴിഞ്ഞതിന്റെ ശേഷം അങ്ങനെ തന്നെ കേട്ടോ. കാരണം എന്താല്ല എന്റെ വീട്ടിൽ പറ കല്യാണം കഴിഞ്ഞിട്ടെന്ന് വെച്ചാല് ഇപ്പൊ കുട്ടികള് ആകുമ്പോ കുറച്ചൊക്കെ ഒരു പക്വത കാണിച്ചെന്ന് അറിയട്ടാ. ഞാനങ്ങനെ അവിടെ പോകുമ്പോ നമുക്ക് നമ്മളമാരും ഓരോരു കുട്ടികളെ തന്നെയൊക്കെ നമ്മള് കാലാക്കാറ്. പക്ഷെ എന്നാലും നമുക്ക് നമ്മളോടെ പോകുമ്പോ വേറൊരു ഇതാണല്ലോ. പിന്നെ എത്ര ചീത്ത പറഞ്ഞാലും ടച്ചാക്കിയാലും ഞാൻ ആ റൂമിൽ തന്നെ കരട്ടാ. ഓല് ലേറ്റ് നിർത്തുവോളെ ഞാനും ഡനിയനും ഓലെ വിത്താല് കുട്ടി പറഞ്ഞ അവിടെ ഉണ്ടാവട്ടാ. അപ്പൊ ഇങ്ങനെ എന്റെ ഉപ്പാക്കാണല്ലോ ഞാൻ പാവ പോകുമ്പോ അപ്പൊ ഉപ്പാക്ക് ഇതേമാതിരി മസാജ് ചെയ്യണമെന്ന് അറിയട്ടെ. എന്നിട്ട് പുറത്തൊക്കെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കൂട്ടാ. പക്ഷെ അനിയന്മാരും ചെയ്ത് കൊടുക്കും, പക്ഷെ ഞാൻ ചെല്ലുമ്പോഴൊക്കെ എപ്പോഴും പറയട്ടെ മസാജ് ചെയ്തിട്ട്. ഇവിടെ ലാലുവിനെ തന്നെ കളിയാക്കൂട്ടാ, ഇത് എന്റെ ഉപ്പാക്കൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും, എനിക്ക് മസാജ് ചെയ്ത് തരൂല അറിയട്ടെ എല്ലാവരും. പക്ഷെ ഇപ്പാക്ക് ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഇതേമാതിരി മസാജ് ചെയ്തിട്ട് കൊടുത്തിട്ടും ഇന്നിപ്പോ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ ചെല്ലുമ്പോ ഇപ്പൊ പറയും മസാജ് ചിലപ്പോ ഞാൻ കറന്നിട്ടുണ്ടാവും. എന്നിട്ട് എന്നെ വിളിച്ചെടുത്തോരമേ ഒന്ന് മസാജ് ഇട്ടെന്ന് അറിയാം. എന്നിട്ടും
സംസാരിച്ചിട്ടൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഫോണിൽ കളിച്ചിട്ടേക്കാരെ ഞാൻ പലപ്പോഴും തലക്കെട്ട് ഞാൻ ഇനിയിപ്പം കിടക്കേക്കാരെ ഞാൻ എന്റെ ചെറിയ അനിയനോ പോലെ അടിയിൽ പോയി കക്കും അങ്ങനൊക്കെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് പങ്കെടുത്ത് പോവാൻ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പോണം ഇങ്ങനെ പറഞ്ഞു പെട്ടെന്നുള്ള പോകും ഓക്കെ എന്നിട്ടാ പിന്നെ ഇപ്പൊക്കെ പല തടിയിട്ട് തന്നെ നിൽക്കാൻ വെച്ച മൈഗ്രീന്റെ തലവേദന പിന്നെ വേദനയും വെത്തും കൈയും കാലും വേദന കോറിയില് ഇതേമാതിരി പണിക്ക് പോയപ്പോ ഇപ്പൊക്ക് തടിയിട്ട് വെച്ചറിയണ ഒന്നെന്താ വെച്ചാല് ഇപ്പൊ ഇത് ഒരാൾക്ക് സഹായം ചെയ്തതാണ്. അപ്പൊ ഉപ്പാക്ക് എട്ടിന്റെ പണി കിട്ടിട്ട കാരണം അങ്ങനെ കോറിയുടെ വണ്ടികൾ ഇങ്ങനെ വരിക്ക് നിർത്തിയിട്ടല്ലോ കല്ലിന് വേണ്ടിയിട്ട് അങ്ങനെ നിർത്തിയിട്ട് അപ്പൊ ഇപ്പൊ അതേമാതിരി ആ ഡ്രൈവർ ഉണ്ടായിരുന്നില്ല അപ്പൊ ഇപ്പൊ ആളെ സഹായിച്ചതാണ്. എന്താണ് ഇപ്പൊ പോയിട്ട് വണ്ടി നീക്കി ഇട്ടെടുത്തിട്ട് ഇപ്പൊ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയതാണ്. നമ്മള് ലോറിന് ചാടി ഇറങ്ങണല്ല ആ ചാടി ഇറങ്ങണയില് അവിടെ കല്ലുണ്ടായിരുന്നു ആ കല്ലുമ്മ ചൂട്ടിട്ട് പല കാലൊന്ന് തെന്നി അങ്ങനെ എന്തോ ആണ് സംഭവിച്ചത് അങ്ങനെയാണ് പറഞ്ഞു കിട്ടപ്പ തെന്നിയപ്പോ ഇങ്ങനെ മുട്ടിന്റെ അവിടെ നിന്ന് ഒച്ചപ്പാട് എന്തോ കേട്ടിനാണ്. പിന്നെ ആൾക്ക് നല്ല കാൽവേദന അങ്ങനെ ഹോസ്പിറ്റലൊക്കെ കാണിച്ച് സൂചി വെക്കും അങ്ങനെയൊക്കെ കൂടിയായിട്ട് പോവുകയാണ്. പക്ഷെ എന്തായാലും എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ട് എല്ലാവരും പറയുന്നത് സർജറി വേണമെന്നട്ടെ. കാരണം ഇപ്പാന്റെ കാലിന്റെ മുട്ടിന്റെ പാടന്റെ ഉള്ളിൽ എന്തോ പൊട്ടോ അങ്ങനെ എന്തോ ഒരു ഇതുണ്ട്. അത് സർജറി ചെയ്യാതെ യാതൊരു നിവൃത്തിയില്ല. സർജറി ചെയ്താൽ തന്നെ 6 മാസം റെസ്റ്റ് അത് വേറെ. പക്ഷെ നമുക്ക് ചെലവിന് കൊടുന്നേരാനും നമ്മളെ നോക്കാനൊന്നും വേറെ ആരും ഇല്ലല്ലോ. നമ്മളെ നോക്കുന്നവർക്കൊക്കെ ഒരു അതിര് വരെയല്ല എല്ലാവരും നമ്മളെ നോക്കും. അപ്പൊ അത് കാരണം ഈ പറഞ്ഞ പൈസ നമുക്ക് സർജറിക്ക് പൈസക്ക് എന്തെങ്കിലുമൊക്കെ പക്ഷെ ഇത്രയും 6 മാസം റെസ്റ്റ് എടുക്കുമ്പോ ആരാണ് നമ്മളെ കാര്യം നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഉപ്പാന്റെ തടിയിട്ട് വല്ലാതെ കഴിച്ചെന്നാലും എല്ലാം സഹിച്ച് ആള് ഗൾഫിൽ പോയത്. അപ്പൊ പെട്ടെന്നുള്ള പോക്ക് ഉപ്പാന്റെ ഒരു ഇങ്ങനെ ദണ്ണും കേടൊക്കെ കാണുമ്പോ ഉമ്മക്ക് തന്നെ ടെൻഷൻ ഇല്ല. പിന്നെ ഈ കുട്ടിയാണല്ലോ ഇപ്പൊ പോയിട്ട് ഒരു മാസമായിട്ട് ഉപ്പനെ ഇങ്ങനെ ഇങ്ങോട്ട് മൈൻഡ് മാറി വരുന്നില്ല. ഓൻ ഇപ്പൊ പോയ സങ്കടത്തിൽ ഇങ്ങനെ നടക്കുകയാണ്. പിന്നെ ഇപ്പൊ വീഡിയോ കോൾ ചെയ്യുമ്പോ ഇപ്പൊ ഇമ്മ പറയാ നിങ്ങള് ഓനക്ക് വിളിച്ചണ്ടാറ് കാരണം വീഡിയോ കോൾ ചെയ്ത ഇപ്പി ഓനും നല്ലോളിച്ചു പിന്നെ ഉമ്മക്ക് അതിലേറെ സങ്കടം പിന്നെ ആകെ കൂട്ടക്കരച്ചിലേക്കാരട്ടം. കാരണം ഞങ്ങൾക്കൊക്കെ പുതിയാറ് വെച്ച് വന്ന് അതിന് ഇപ്പൊ കുറെ കാലപ്പോ ഞങ്ങൾ കൂടെ നിന്ന് നാട്ടിൽ തന്നെ ആയി. അപ്പൊ നമുക്ക് പല സ്നേഹം കിട്ടി തുടങ്ങി. അതായത് സ്നേഹം കിട്ടായി വെച്ചാല് പണ്ട് ഗൾഫിലാകുമ്പോ ഓന് വരിക അങ്ങനെ ഇതേമാതിരി 2 മാസം നിൽക്കുമ്പോ അങ്ങനെയാണല്ലേ. ഇത് നമ്മള് കൂടെ നിന്നിട്ട് പിന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് ഇല്ല അങ്ങനെ എന്താണ് ഇപ്പൊ പെരയിൽ ഇല്ലാതാവുമ്പോ വല്ലാത്തൊരു ഉറങ്ങി പഠിച്ചുകൊണ്ട് എന്നിട്ട് പെര ഇപ്പൊ പോയ ആ ഒരു മാസം വല്ലാത്ത ഇടങ്ങറിയുന്നു. കാരണം നമ്മൾ ഉപ്പാരുമാരുള്ള കാലം തന്നെയാണ് മുറിയായിട്ട് നല്ല കാലം കേട്ടോ. ഇപ്പൊ ഗൾഫ് പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ നമ്മളെ സാഹചര്യം കൊണ്ടൊക്കെ തന്നെയാണ് പോയത്. പക്ഷെ ഓരോ സാഹചര്യങ്ങൾ വരുമ്പോ നമുക്ക് നമ്മളെ നല്ല മിസ് ചെയ്യട്ടോ. പ്രത്യേകിച്ച് നീതെന്തേലൊക്കെ ഇങ്ങനെ പറയുമ്പോ നീതിങ്ങനെ പറയും പിന്നെ ഞങ്ങളെ കൊണ്ടിടക്കാൻ ആരുമില്ലല്ലോ ഇതാണ് എന്നെ പോകുമ്പോ ഞങ്ങളെ കൊണ്ടിടക്കാൻ ആരുമില്ലല്ലോ അതൊക്കെ പറഞ്ഞ് ഭയങ്കര സങ്കടം കേട്ടോ. ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഇതേമാതിരി എടുത്ത് കൊടുക്കലൊക്കെ പോകുമ്പോഴും ഞങ്ങൾ എടുക്കലൊക്കെ പോകുമ്പോ പാങ്ങനൊക്കെ പോകുമ്പോ ഓർത്തിട്ട് അങ്ങനെ ഓനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് വെറുതെ ഇങ്ങനെ നടക്കൂട്ട. അങ്ങനെ ലോനും പറഞ്ഞിട്ട് കാര്യമൊക്കെ കുട്ടിയല്ലേ എത്രയും കാലം ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ ചെടിക്ക് ഇറക്കി ഞാനിപ്പാനെ വീട്ടാല് ഇറങ്ങിപ്പോവും അങ്ങനെയൊക്കെ ആയിട്ട് നമ്മളിപ്പാനെ കൂടെ ഇങ്ങനെ ഇറക്കും ഇങ്ങനെ കറങ്ങി നടന്നിട്ട് പെട്ടെന്ന് ഇപ്പൊ ഗൾഫ് പോയപ്പോ ഭയങ്കര സങ്കടമായിട്ടോ. പിന്നെ നമുക്ക് വേണ്ടിയിട്ടാണെന്ന് ആലോചിച്ചിട്ട് സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കും. എന്നാലും ചില സാഹചര്യങ്ങളൊക്കെ വരുമ്പോ ഭയങ്കര സങ്കടമാട്ടോ. എന്റെ മിഥുന് ഇപ്പോഴും എന്താണ് ആ കാര്യത്തിൽ ഭയങ്കര ഇടങ്ങാറായിട്ട് ഇപ്പൊ നാട്ടിലില്ലാത്ത എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേന് ഭയങ്കര സങ്കടമാണ് ആൾക്ക്. അങ്ങനൊക്കെ ആയിട്ട് ഇപ്പൊക്കും സങ്കടമാണ്. ഇപ്പൊ പോയിട്ട് ആ ഒരു മാസം 1.5 മാസത്തിന്റെ അടുത്ത് ഓനക്ക് വിളിച്ചില്ലട്ടോ. അതേമാതിരി വിളിച്ചു ഓനെ കാണിച്ചു കൊടുക്കും. പക്ഷെ വർത്താനം പറയാൻ നിന്നാലും ഇപ്പി ഓന് നിന്ന് വിളിച്ചു കേട്ടോ. ഇപ്പൊക്കെ പെട്ടെന്ന് സങ്കടമാണ്. കാരണം ഓന് ഒരു കൊഞ്ചിക്കുട്ടി ആയിരുന്നല്ലോ. ഞങ്ങളൊക്കെ പുതിയാറ് വെച്ച് ഞങ്ങൾക്ക് കാര്യം മനസ്സിലാവല്ലോ തുടങ്ങി. പക്ഷെ ഓൻ അങ്ങനെ ഉണ്ടല്ലോ. ഓനക്ക് എത്ര പറഞ്ഞു കൊടുത്തിട്ട് ഓർക്ക് അത് മനസ്സിലാവില്ല. ഓർക്ക് ഇപ്പൊ ഇല്ലാതെ ഓർക്ക് നിൽക്കാൻ പറ്റണില്ല. ഓ ചെറിയ കുട്ടി ആയതുകൊണ്ട് ഈ കാര്യം ഓർക്ക് ആ സാഹചര്യങ്ങളൊന്നും മനസ്സിലാവാത്ത അങ്ങനൊക്കെ ആയിട്ട് ഇപ്പൊ പിന്നെ മാഷാഅല്ലാഹ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ രണ്ടാളും ഹാപ്പി ആയിട്ട് ഇപ്പൊ പോയി അവിടെ സ്ഥിരമായി. പെട്ടെന്ന് നമ്മൾ കുറെ നിന്ന് പോകുമ്പോ ആർക്കൊരു ഇടങ്ങാറല്ലേ കാര്യം അങ്ങനെ എന്താണ് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഇതേമാതിരി ഇപ്പൊ വീഡിയോ ഉണ്ട് രാവിലെ തന്നെ വിട്ടുതരാനായിട്ട് റൂമിന്റെ. അപ്പൊ പെട്ടെന്ന് രാവിലെ കാണിക്കുന്നത് സങ്കടമായിട്ടാ. കാരണം റൂമൊക്കെ ഞങ്ങൾ കണ്ടതാണ്. പക്ഷെ ഇപ്പൊ ഇങ്ങനെ വീഡിയോ വിട്ടെന്നിട്ട് എന്നോട് അറിഞ്ഞ് ചേച്ചി ഇതേമാതിരി വർത്താനം പറഞ്ഞിട്ട് അതിന്റെ ഇടയിൽ ഈ വീഡിയോ ആഡ് ചെയ്താൽ മതി. പ്രവാസികളെ ജീവിതം എന്താന്ന് എല്ലാവരും അറിയട്ടെ. എന്താ പറയാ അതിന്റെ റൂമും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഇട്ടെന്നിട്ട് യൂട്യൂബിൽ ഇട്ടതൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാ. അപ്പൊ അതിൽ തന്നെ ഇപ്പൊ ഇതേമാതിരി റൂമൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ ഇതിൽ വർത്താനം പറയുന്നുണ്ട്. സത്യം പറയല ആ റൂം കാണുമ്പോ ആർക്കായാലും ഒന്ന്
എന്താ പറയാ നെഞ്ച് പെടലൊക്കെ പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടാ. കാരണം എന്താ വെച്ചാൽ നമ്മളെ പെരയില് നല്ല ഇങ്ങനെ ഉള്ളത് ഓണം പോലെ അറിയുന്ന മാതിരി നമുക്കന്ന് വലിയ കുഴപ്പമില്ലാതെ അൽഹംദുലില്ലാ അങ്ങനെ പോകുന്നല്ല. പക്ഷെ പെട്ടെന്ന് ഇതേമാതിരി നമ്മളൊരു സ്ഥലത്ത് കഴിഞ്ഞ നാട്ടിലൊക്കെ പണിക്ക് പോയ ഒരു ചെറിയ റൂം എന്താ പറയാ നമ്മള് അടുക്കളയിലത്തെ സ്റ്റോർ റൂം എന്നൊക്കെ പറയല്ല മാതിരി ഒരു നീളത്തിലൊരു റൂം. ആ റൂമിൽ തന്നെ ഒരു ബാത്റൂം ആയിട്ട് തന്നെ കുക്കിങ് തണുത്ത ഒക്കെ ഇട്ടാ അതിൽ ചെന്ന ഉടനെ അൽമാറും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പൊ അങ്ങനെ ഡ്രസ്സ് വെക്കാൻ അൽമാറ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതേമാതിരി ചെറിയൊരു ഇതൊക്കെ സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്ത. പിന്നെ ബാത്റൂമിൽ തന്നെയാണ് പാത്രം മോറലൊക്കെ ഇട്ടാ അങ്ങനെയൊക്കെ കൂടിയായിട്ട്. പിന്നെ എന്താ പറയാ ഒരു റൂം കാണാൻ വീട്ടിൽ ഞങ്ങൾ കാണിച്ചത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവട്ടെ എന്താ ഏതാന്നൊക്കെ സംഭവം. അങ്ങനെ ഇപ്പൊ വീഡിയോ ഇട്ടതൊക്കെ എന്നോട് പറഞ്ഞു ഇത് യൂട്യൂബിലിട്ട് എന്താണ് എല്ലാരും പ്രവാസികൾ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് എല്ലാരും പറയും പ്രവാസികളാകുമ്പോ ആ പ്രവാസികളെ ഫാമിലിക്ക് നല്ല സുഖമാണ്, ഇതാണ് മാസം മാസം പൈസ വരും അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ. അത് ആ പ്രവാസികൾക്കും ആ പ്രവാസിയായ ആൾക്കാർക്കും അതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിയുള്ളൂ. കാരണം പ്രവാസിന്റെ ഫാമിലിക്ക് പ്രവാസി കൂടെ ഇല്ലാത്തത് കാരണം പ്രവാസി ആയവർക്ക് ജീവിതം ഇല്ലാത്തൊരർത്ഥമാണ്. കാരണം ഓല അവിടെ നമ്മൾ വിടും അതൊരു വല്ലാത്തൊരു ഒറ്റപ്പെടൽ തന്നെ ഇക്കാരല്ല. അതിനിപ്പോ ഇപ്പായാലും ശരി പിന്നെ അതായത് നമ്മള് മാപ്പിളാരായാലും ശരി ആരായാലും ശരി പ്രവാസികൾക്ക് സത്യം പറയാലോ എനിക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലും അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ ഓരോ വീഡിയോസുകൾ കാണുമ്പോൾ പോലെ കല്യാണം കഴിഞ്ഞ് പോണ വീഡിയോസുകൾ ഉണ്ടാവില്ല. നമ്മള് പുതിയെണ്ണ ഇറങ്ങുമ്പോൾ ഇങ്ങനെ നമ്മളപ്പാരിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിലവിളിച്ച വീഡിയോസുകളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞപ്പോഴും സങ്കടട്ടാ. ഈ പ്രവാസികളെ വീഡിയോസുകളൊക്കെ കാണാൻ എനിക്ക് ഇടങ്ങാറാട്ടെ. എനിക്ക് അന്ന് രാവിലെ ഗൾഫിൽ പോകുന്നത് എന്റെ ഇപ്പൊ ഗൾഫിൽ പോയത് എന്റെ കല്യാണത്തിന്റെ ആ ഒരു ഓർമ്മകളൊക്കെ കൂടി വരും. ഞാൻ ഇരുന്നങ്ങനെ നിലവിളിച്ചിട്ട് എന്നിട്ട് ആദ്യം തന്നെ പറയാൻ എനിക്ക് പിരാന്താണ് അറിയിട്ടോ. കാരണം വേറെ ആരെങ്കിലും വീഡിയോ തരാം പക്ഷെ എനിക്ക് അപ്പൊ പെട്ടെന്ന് നമ്മുടെ ജീവിതമായിട്ടേ കരട്ടെ ഇങ്ങനെ ഒരു ഇത് വരും. അങ്ങനെ എന്തായാലും ഇപ്പൊ എന്നോടാണ് വീഡിയോസ് ഇട്. അപ്പൊ ഞാൻ പറഞ്ഞ ഇപ്പൊ ഇടാറ്. അപ്പൊ എന്നോടാണ് വർത്താനം പറഞ്ഞിട്ട് വീഡിയോസ് ഇട് അറിയട്ടാ. പിന്നെ ഞാൻ ഇത്രയും പറഞ്ഞ എന്താ വെച്ചാല് ഏകദേശം ഒക്കെ നമുക്കൊരു ഐഡിയ കിട്ടാൻ വേണ്ടിട്ടോ. അപ്പൊ ഞാൻ ഇത്രയും ഞങ്ങളെ ജീവിത ചരിത്രങ്ങളൊക്കെ ഞങ്ങളോട് പറഞ്ഞു നിൽക്കുന്നത്. കാരണം ഇതാണ് അത്രക്കും നമുക്ക് ബുദ്ധിമുട്ട് വന്നോണ്ടല്ലേ എല്ലാം സഹിച്ചു നിൽക്കുന്നത്. അപ്പൊ പിന്നെ നമുക്കും എന്താ പറയാ എന്നാലും അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പത്തെ അറബിയൊന്നും എന്താണ് പിന്നെ എന്താ പറയാ വലിയ ചൊറയും കാര്യങ്ങളൊന്നും ഇല്ല. അങ്ങനെ അൽഹംദുലില്ലാ ഇപ്പൊ തട്ടിമുട്ടി ഇങ്ങനൊക്കെ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഇപ്പാന്റെ ആഗ്രഹം പോലെ ഇപ്പാന്റെ എന്താണ് റൂമിന്റെ വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരട്ടാ. ഇപ്പനായിട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് അതിൽ തന്നെ ഇപ്പൊ പറയുന്നുണ്ട് ഇപ്പാന്റെ ഓരോ സാധനങ്ങളും വെച്ച സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാ. അപ്പൊ എന്തായാലും നിങ്ങൾ ആദ്യം ഇപ്പാന്റെ റൂമിന്റെ വീഡിയോ കണ്ടുപിടിട്ടാ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഉണ്ടായിട്ട് നമുക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല. എന്ന് കഷ്ടപ്പെട്ടാലും നാളെ ഒരു ദിവസം ഒരു വിജയം ഉണ്ടാവുന്നുള്ള വിശ്വാസത്തിലാട്ടാ. അപ്പം എന്തായാലും അൽഹംദുലില്ലാ അപ്പൊ ആർക്കും ഒരു കുഴപ്പമില്ല റാഹത്തിൽ പോകട്ടെ. അപ്പൊ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കി എന്നിട്ട് ബാക്കി ഞാൻ പറഞ്ഞുതരാം. ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം സുഹൃത്തുക്കളെ, എന്തൊക്കെ വർത്താനം? സുഖമാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. ഇതാണ് നമ്മളെ റൂം. കുവൈത്തിൽ ഹൗസ് ഡ്രൈവർമാരുടെ റൂം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിൽ വന്ന് അത് അനുഭവിച്ചവർക്ക് തന്നെ അറിയുള്ളൂ കേട്ടോ. അല്ലാത്തവർക്ക് പറഞ്ഞാൽ അറിയില്ല. ഇതാണ് ഒരു ഗൾഫിലൊരു ഹൗസ് ഡ്രൈവറുടെ വീട്, ഒരു റൂം. ഇതാണ് കട്ടിൽ. പിന്നെ കട്ടിലിന് കഴിഞ്ഞാൽ ഇതാണ് റൂമിൻ്റെ വലുപ്പം. കണ്ടില്ല, കട്ടിൽ കഴിഞ്ഞാലുള്ള സ്ഥലമാണിത്. വീട്ടിൽ നിന്ന് ചോറ് വന്നിക്കണം കേട്ടോ, ഫുഡ് വന്നിക്കണം. ഇതാണ് പിന്നെ സ്ഥലമുള്ളത്. കണ്ടില്ല, ഇതിലിങ്ങനെ ചെരിഞ്ഞ് നടക്കണം. അത് പിന്നെ ബാത്റൂമാണ്. ഇതാണ് പിന്നെ ഡ്രൈവർമാരെ റൂമും കിച്ചണും എല്ലാം തന്നെ കേട്ടോ. അതിലെ റൂമിൻ്റെ വലുപ്പം ഇതാണ്. അപ്പോൾ ഇനിതാ ഇത് കിച്ചണ്. റൂമും കിച്ചണൊക്കെ ഇത് തന്നെയാണ്. അപ്പം ഇന്നൊരു മീൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. കറി ഇങ്ങനെ റെഡിയായി വന്നിക്കണു. ഇനിതാ മീൻ നന്നാക്കാൻ വേണ്ടിയിട്ട് മീനൊക്കെ കൊടുന്ന് വെച്ചിട്ടുണ്ട്. മത്തി കേട്ടോ. അന്ന് മത്തി നന്നാക്കിയിട്ട് ഇനി അതിലിട്ടിട്ട് വേണം. കറിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ബാത്റൂമാണ്. അപ്പോൾ ഇത് തന്നെയാണ് ഹൗസ് ഡ്രൈവർമാരെ ജീവിതം. ഗൾഫ് ജീവിതം എന്ന് പറഞ്ഞാൽ അതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വന്ന് അനുഭവിച്ചത് അറിഞ്ഞാൽ തന്നെ അറിയുള്ളൂ കേട്ടോ. അല്ലാതെ ഒരിക്കലും പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും. ഒരു റൂമിൻ്റെ വീതിയാണ് ഇത്. കണ്ടില്ല, ഇത്ര വീതിയില്ല. ഒരു ചുമരുണ്ടില്ല,
ഇതാണ് ഒരു റൂമിൻ്റെ വീതില്. പിന്നെ ഇത് ഡ്രസ്സിങ് അലമറ, അങ്ങനെ ഒരു അലമറയുണ്ട്. ഇതൊരു കിച്ചണും. ഭക്ഷണമൊക്കെ ഇവിടെ തന്നെ, ഇതന്നെ റൂം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, റൂമൊക്കെ കണ്ടില്ലേ, റൂമും കിച്ചണൊക്കെ കണ്ടില്ലേ. ഇനി പിന്നെ പുറത്തേക്ക് കണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ 6 വണ്ടിയുണ്ട്, 7 വണ്ടിയുണ്ട്. അത് ഡെയിലി രാവിലെ കഴുകണം. അത് കഴിഞ്ഞാൽ അങ്ങനെ റൂമിൽ കയറും. പിന്നെ എന്തെങ്കിലും ഓട്ടം ഉണ്ടാവും. ഫുഡ് പിന്നെ വീട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. പിന്നെ കറി ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എന്നും വീട്ടിൽ നിന്ന് ഈ ചിക്കനും മട്ടനും തന്നെയാണ് പരിപാടി. മീനൊന്നും ഉണ്ടാവില്ല. എന്നും ചിക്കന് മട്ടന്. 2 ദിവസം ചിക്കനാണെങ്കിൽ 2 ദിവസം മട്ടന്. അങ്ങനെ പോകും ഓരോ മീൻ ഉണ്ടാവില്ല. അപ്പോൾ മീനൊക്കെ എരുമ്പുള്ളിയുള്ളത് തിന്നാൻ പൂതിയാകുമ്പോൾ നമ്മൾ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. വീട്ടിൽ നിന്ന് ഫുഡ് ഉണ്ട്, ഫുഡില്ലാത്ത കേടില്ല. പക്ഷെ അവരെ ഫുഡ് പറഞ്ഞാൽ എരിവ് ഉണ്ടാവില്ല. പിന്നെ എന്നും ചിക്കനും ഉണ്ട്. അപ്പോൾ ചിലപ്പോഴൊക്കെ ഒരു മീൻ തിന്നാൻ പൂതിയാകുമ്പോഴേ മീൻ വാങ്ങി ഉണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെയൊക്കെയാണ്. എല്ലാവരും ഗൾഫിൽ എല്ലാവരെയും അങ്ങനെ സുഖമാണ് ഇങ്ങനെ സുഖമാണ് എന്ന് പറയും എല്ലാവരും. പക്ഷെ ഇതൊക്കെ തന്നെ കേട്ടോ സുഖം. ഇവിടെ വന്ന് അനുഭവിക്കുമ്പോൾ തന്നെ സുഖം അറിയുള്ളൂ. ഓക്കെ, എന്നാലും ഇൻഷാ അല്ലാഹ് ഇനി വീണ്ടും കാണാം. ഞാൻ ഇനി മീൻ നന്നാക്കിയിട്ട് ഇനി കറിയായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനി നമ്മൾ മീനൊക്കെ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ക്ലീനാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി കറി ഒന്ന് ചൂടാക്കിയതിന് ശേഷമാണ് അതിലേക്ക് മീൻ ഇട്ടിട്ടൊന്ന് വേവിക്കണം. ഓക്കെ. അപ്പം ഞാനിപ്പോൾ ഈ വീഡിയോ പറയാനുള്ള കാരണം എന്താ പറയുക, ഈ ചെറിയ റൂമും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉറക്കും കിടത്തും നിസ്കാരവും ഇതാക്കാൻ നിസ്കരിക്കാനുള്ള സ്ഥലമുള്ളത്. പള്ളി പിന്നെ ഇപ്പോൾ ചൂടാണ്, കുറേ നടന്നു പോകണം. അപ്പോൾ പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ മഗ്‌രിബിക്കും ഇശാക്കൊക്കെ പള്ളിയിൽ പോക്കുള്ളൂ. ഒറ്റയൊക്കെ റൂമിൽ നിന്ന് തന്നെ നിസ്കരിക്കൽ. അപ്പോൾ ഹൗസ് ഡ്രൈവർമാരെ റൂമാണ്. ഗൾഫിൽ നല്ല സുഖമാണ് എനിക്കവിടെ. അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നവർക്കുള്ള വീഡിയോ ആണ്. പിന്നെ ചില പെണ്ണുങ്ങൾക്ക് അടുക്കള വലുപ്പമില്ല, മേലെ അടുക്കള വേണം, വടക്കേരി വേണം. ആ അടുക്കള വലുപ്പമില്ല, അത് പൊളിക്കണം, കുറച്ച് അങ്ങോട്ട് വലുതാക്കണം എന്നൊക്കെ പറയുന്നവർക്കും പാടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടത്. അതപ്പോൾ നമ്മൾ മീൻ ക്ലീനാക്കി കഴിഞ്ഞു. ഇതാ കറി ഒന്ന് ചൂടായിട്ട് തിളച്ചിട്ട് വേണം അതിലിടാൻ. കറി അതിൻ്റെ ശേഷം പറയാം. ഓക്കെ. ആ കാണുമ്പോൾ ആർക്കായാലും സത്യം പറഞ്ഞാൽ ഇടങ്ങേറായിക്കട്ടെ. നമ്മളിവിടെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ എന്താ ബുദ്ധിമുട്ട് എന്താ കാര്യങ്ങളൊന്നും നമ്മൾ അറിയില്ല. ഒരു പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ. അത് ആ പ്രവാസികളുടെ ഭാര്യമാർക്കും പെരക്കാർക്കും ഫാമിലിക്കും കുട്ടികൾക്കും മക്കളും അതിൻ്റെ ഇടങ്ങേറുണ്ടാന്ന് മനസ്സിലാവുള്ളൂ. പുറത്തുള്ളവർക്ക് എന്തും പറയാം. പക്ഷെ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഓരോരിക്കലും നന്നാവില്ല. നമുക്ക് പറ്റാത്തൊക്കെ കണ്ട് മെയിൻ ചെയ്യാതിരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇതിന് ആ വീഡിയോ ആദ്യമൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര ഇടങ്ങേറായിട്ട്. കാരണം നമ്മൾ ഇവിടുന്ന് ഒരു കുറവില്ലാതെ നമ്മൾ ജീവിച്ചിട്ട് പെട്ടെന്ന് ഇതേമാതിരി ചെറിയ റൂമും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ആർക്കായാലും ഇടങ്ങേറല്ലേ കാരണം. പിന്നെ എന്നാലും ചെന്ന ഉടനെ ഒരു റൂമും ഒരു കട്ടിലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ബാത്റൂം അതായത് ബാത്റൂം എന്ന് പറയാൻ പറ്റും, ചെറിയൊരു എന്താണ് നമ്മൾ സ്റ്റോർ റൂമും മാതിരി അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ബാത്റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ കട്ടിൽ കൊടുത്തിട്ട് പുറത്തും കാര്യങ്ങളെല്ലാം അത് ഓല് കൊടുത്തിട്ട്. പിന്നെ ഇതേമാതിരി ഇപ്പൊ അത് ചായ ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇപ്പൊ ഒന്ന് ഇതൊക്കെ കുറച്ചൊക്കെ സെറ്റപ്പ് ആക്കിയ റൂം. പിന്നെ അൽമാറ വേണമെന്നാണ് അപ്പാന്റെ അറബിന്റെ വാപ്പതയും മാതിരി അൽമാറ കൊടുത്ത്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അറബി ആയിട്ടും തിരക്കാരായിട്ടൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല. അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. പിന്നെ എന്റെ നാട്ടിലല്ലേ ചെറിയ ചൊറയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, എന്നാലും പറയാൻ മാത്രമുള്ള കുഴപ്പമൊന്നുമില്ല കേട്ടോ. അൽഹംദുലില്ലാഹ് അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇപ്പാന്റെ വീഡിയോ ഒക്കെ അതിന്റെ ഇടയിൽ ആഡ് ചെയ്ത് തരട്ടാ. അപ്പൊ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്റെ ഉപ്പാന്റെ ഒരു ആഗ്രഹമാണ് എല്ലാവരും ഈ പ്രവാസികളുടെ ജീവിതം എന്താണെന്ന് അറിയണം, ഓരോ റൂമും കാര്യങ്ങളും അറിയണം എന്നൊക്കെ പറഞ്ഞിട്ട്. ചിലവർക്ക് ഉള്ളൂട്ടോ അങ്ങനെ, ചിലർക്ക് നല്ല സുഖമായിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാലും കുറച്ച് കാലം കഴിഞ്ഞ് നമുക്ക് അതിന്റെ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാവും. അങ്ങനെ ഒരു വിശ്വസിക്കുന്ന ആളാട്ടെ ഞാൻ. അതെല്ലാം നമ്മൾ സങ്കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്നല്ല നാളല്ല പിന്നൊരു ഇതും, അതായത് കുറച്ച് കാത്തിരിക്കാൻ നമുക്ക് അതിലും വലിയ അങ്ങനെ സന്തോഷം വരാനുള്ള ഒരു ഇതുണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം എനിക്ക് അങ്ങനെയൊക്കെ തോന്നിക്കുന്നുട്ടോ. അപ്പം ഇപ്പൊ നമുക്ക് അൽഹംദുലില്ലാഹ് തട്ടിമുട്ടി നമ്മൾ ചെലവും കാര്യങ്ങളൊക്കെ അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പൊ മാഷാഅല്ലാഹ് ഒരു കുഴപ്പമൊന്നുമില്ല കേട്ടാ. കടങ്ങൾ വെച്ചിട്ട് വലിയ കടങ്ങളൊന്നുമില്ല. ഇതേമാതിരി കറണ്ട് ലോണ് അടവ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കേട്ടോ. അതും ഇതേമാതിരി ഇപ്പൊ ആരോഗ്യ ഓഫീസ് നിർവാഹത്തൊക്കെ നൽകിയിട്ട് പഠിച്ചതിന് കടങ്ങളൊക്കെ വിട്ടാലൊരു
സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരട്ടെ. പിന്നെ ഇപ്പൊ ആ കാര്യമൊക്കെ കൊടുക്കട്ടെ. ഇപ്പഴാണല്ലോ നമ്മളെല്ലാം കൈത്താങ്ങുമായിട്ടും നമ്മളിപ്പാരും ഉമ്മാരുള്ള കാലം തന്നെ നമുക്ക് എന്നും സ്വർഗ്ഗം. ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞാലും നമ്മളിപ്പാരും ഉമ്മാരും നമ്മളെ കൂടെ ഉണ്ടാവുമ്പോ അത് സ്വർഗം തന്നെ പറയട്ടോ. കാരണം എന്റെ ഇപ്പൊ അവിടെ നാട്ടിലില്ല, പക്ഷെ എന്നാലും എനിക്ക് ചിലപ്പോ എന്റെ പേരിൽ പോകുമ്പോഴൊക്കെ സങ്കടാവും. ഇനി ഞാൻ ചെല്ലുമ്പോഴും എനിക്ക് പൂതിയുള്ളതൊക്കെ ഇപ്പൊ വേഗം തരുന്നുണ്ട്. അങ്ങോട്ട് പോകുന്നതിന് മുന്നേ എനിക്ക് എന്ത് പൂതിണ്ടല്ലോ ഇപ്പൊ വേഗം തരട്ട. പൈസ ഉണ്ടായിട്ടല്ലേ എത്ര കടം വേങ്ങിയിട്ടാണേലും ചെയ്തരും. ചിലപ്പോ ഞാൻ വേണ്ട പറയും. ഞാനിപ്പോ ഞാൻ ഇതേമാതിരി എന്തെങ്കിലുമൊക്കെ പെരയിലെങ്കിലും ഇങ്ങനെ വെറുതെ കൂടി പറയുമ്പോഴൊക്കെ എനിക്ക് ഇഷ്ടമുള്ള എന്താ വെച്ചാൽ അതൊക്കെ വേഗം തരും. അങ്ങനെ നമുക്ക് ഓരോ സാഹചര്യങ്ങൾ വരുമ്പോ സത്യം പറയാനോ നമ്മളിങ്ങനെ പെരയിൽ പോകുമ്പോ എന്തോ വാങ്ങിച്ചാണ്. കാരണം നമ്മൾ പെരയിന്ന് പുറത്ത് പോകുന്നില്ല, നമ്മളൊരു ഒറ്റപ്പെട്ട മാറ്റി. എന്റെ പെര ഒരു ഒറ്റപ്പെട്ട സ്ഥലം, പിന്നെ ഞങ്ങൾ മാത്രമായിട്ടും ഒക്കെ ശരിയാവും ഒരു കാലത്ത്. ഇപ്പം നമ്മൾ കഷ്ടപ്പെട്ടാലും നാളെ ഒരു കാലത്ത് നമ്മൾ ഹാപ്പിയുള്ള ജീവിതം കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷയായിട്ട് കടവും കാര്യങ്ങളൊക്കെ കയ്യിൽ കഴിക്കും. നല്ലപോലെ റാഹത്തിൽ അതൊക്കെ വീട്ടിലുള്ള ഒരു ആരോഗ്യം എൻ്റെ പാക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും തോർക്കെടുത്താപ്പ മൈഗ്രൈൻ്റെ തലവേദന അങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങളാണ്. പക്ഷെ എന്നാലും ഇപ്പൊ മൈഗ്രൈന് തലവേദന ഒന്നും കേട്ടോ. ഇപ്പൊ ഒക്കെ അതിനൊക്കെ കുറവുണ്ട്. ഇപ്പൊ ഇതേമാതിരി തന്നെ തട്ടുമുട്ടൊന്നും ഇല്ലാതെ കടങ്ങളൊക്കെ പെട്ടെന്ന് വീടാൻ വേണ്ടിയിട്ടും പിന്നെ ഉപ്പാക്കും ഉമ്മാക്കും എല്ലാവർക്കും ആരോഗ്യ ആഫ്യത്തും ദീർഘായുസൊക്കെ കിട്ടട്ടെ. എന്റെ ഉപ്പാക്കും ഉമ്മാക്കും അല്ല, എല്ലാവരും ഉപ്പാക്കും ഉമ്മാർക്കും ആരോഗ്യ ആഫ്യത്തും ദീർഘായുസൊക്കെ കിട്ടട്ടെ. ഓലായിട്ട് നമ്മളെല്ലാവരും ഓല് കഴിഞ്ഞാൽ കഴിഞ്ഞു. ഓലുള്ള കാലം തന്നെ നമുക്ക് ഏറ്റവും സ്വർഗം, നമുക്ക് ധൈര്യത്തോട് കൂടി ജീവിക്കാനുള്ളത് ഓലുള്ള കാലം തന്നെ കേട്ടോ. അപ്പൊ എന്തായാലും എല്ലാവരും വീഡിയോസ് ഒക്കെ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമന്റ് ആയിട്ട് അറിയിക്കട്ടെ. പിന്നെ ഞാൻ ഇതിന്റെ ഇടയിൽ എന്താ വെച്ചാല് എനിക്ക് ചില കാര്യങ്ങളൊക്കെ നോക്കുമ്പോ നമുക്ക് സ്വാഭാവികമായിട്ട് സങ്കടം വന്നുകൊണ്ടാക്കും. അപ്പം വീഡിയോയിൽ ഞാൻ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.